ഇൻസ്പിറേഷൻ. നമസ്കാരം കാലിക്കറ്റ്. താങ്ക് യു. സുഖമാണ് വിചാരിക്കുന്ന എല്ലാവർക്കും. ഒരുപാട് സന്തോഷം മലബാറിലേക്ക് തിരിച്ചു വരാൻ ഇടയ്ക്കിടയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇത്തവണ തങ്കമണിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓൾറെഡി എല്ലാവരും പറഞ്ഞായിരുന്നു എത്തരത്തിലുള്ള ഒരു ഫിലിമാണ് തങ്കമണി എന്നുള്ളത്. 80s നടന്ന ഒരു റിയൽ സ്റ്റോറിയാണ്. അപ്പോൾ ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കണ്ടൻസ് ഉണ്ട് എന്തുകൊണ്ട് ഈ മൂവിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ച് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു എനിക്ക് നല്ലൊരു സ്ക്രീൻ സ്പേസ് അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ചെയ്യണം എന്നുള്ളത് കുറച്ച് കാലമായിട്ട് ഉള്ളിലുണ്ടായിരുന്നു. ഇങ്ങനൊരു മൂവി ടൈറ്റിൽ ഇല്ലാതെ D148 എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ദിലീപേട്ടനാണെന്ന് അറിയാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾ അഭിനയിക്കുന്ന ആൾക്കാർ മാത്രമല്ല, ഒരുപക്ഷെ ദിലീപേട്ടൻ്റെ ഫിലിംസ്, ദിലീപേട്ടൻ എന്ന് പറയുന്നത് നമ്മളുടെ ഓരോ ഏജിലും നമ്മളൊപ്പം കൊണ്ടുവരുന്നുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഒരുപാട് ആഗ്രഹമായിരുന്നു ദിലീപേട്ടൻ്റെ മൂവിയിലൊന്ന് ചെയ്യാന്നുള്ളത്. അത് ഇതിലൂടെ സാധിച്ചു. പിന്നെ രതീഷ് ഏട്ടൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഉടൽ വന്ന സിനിമ ചെയ്തിട്ടുള്ളതാണ്. അത് ഇറ്റ് വാസ് റിയലി ക്രൂഷ്യൽ. അപ്പോൾ ഇതെങ്ങനെ എത്തരത്തിലുള്ളൊരു മൂവി ആയിരിക്കും എന്ന് ഞാൻ ജസ്റ്റ് എക്സ്പെക്ട് ചെയ്തു. ബട്ട് എന്താ പറയുക, എല്ലാം കൂടെ അടങ്ങിയ ഫിലിം തന്നെയാണ്. ഫാമിലി എൻ്റർടൈനറാണ്. കോമഡിക്ക് കോമഡി ഉണ്ട്, സീരിയസ്നെസ്സിന് സീരിയസ് ഉണ്ട്, ഫൈറ്റിന് ഫൈറ്റിൻ്റെ എല്ലാം ഉള്ള ഒരു ഫിലിമാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഈ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഈ ഒരു മൂവി മിസ് ചെയ്യണം എനിക്ക് തീരെ ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. പ്ലസ് നമ്മുടെ പ്രൊഡ്യൂസർ സുജിത്തേട്ടനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിവർ മൂവിയോട് പറഞ്ഞു എനിക്ക് ഈ ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ എനിക്കത്